ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സിപിഎമ്മിനെതിരെ ഉയർത്തിയ ഡീൽ ആരോപണത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രാദേശിക നേതാവിന്റെ ധാരണ പോലും ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ആരോപണവും നേരെ ചൊവ്വെ മനസ്സിലാക്കില്ല, എത്രമാത്രം അധപ്പതനമാണത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. പിന്നെ എന്തുണ്ടായി? കെജ്രിവാൾ കുറ്റവിമുക്തനായി. എപിക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇത് BJPയെ സഹായിച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് BJPയുടെ ബി ടീമായി. ഹരിയാനയിലും ഇത് തന്നെ ആവർത്തിച്ചു. BJP നേരിടാൻ രാജ്യത്ത് BJP ഇതര കൂട്ടായ്മ ഉണ്ടാകണം. പക്ഷേ ഹരിയാനയിൽ എന്ത് സംഭവിച്ചു? അവിടെയും ബി പാർട്ടി ആയത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. CPM എന്നും അതിശക്തമായ നിലപാടാണ് BJPക്കെതിരെ സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. 10 വർഷം വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയമല്ല, നടപ്പിലാക്കിയ പദ്ധതികളാണ് കൺമുന്നിൽ. അടുത്ത തലമുറ നാട്ടിൽ സന്തോഷകരമായ ജീവിതം നയിക്കേണ്ടതുണ്ട്. അത് മുന്നിൽ കണ്ടാണ് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. 2016 വരെ സംസ്ഥാനത്തിന്റെ അനുഭവം മാറി മാറി മുന്നണികൾ ഭരിക്കുന്നതായിരുന്നു. അത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിച്ചു. നഗരവികസനത്തിന് നയം രൂപീകരിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് കേരളത്തിലാണ്. കൊച്ചി വിവിധ മേഖലകളിൽ കൈവച്ച നേട്ടങ്ങൾ ഈ ആസൂത്രണം കൊണ്ടാണ്. കൊച്ചി മെട്രോ, കാക്കനാട് പാത നഗരഗതാഗതത്തിന് പുതിയ ദിശ നൽകും. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വന്നത് അവിശ്വസനീയമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അത് കൈപ്പിഴിയായി കാണാനാകില്ല. അന്വേഷണ വിവരങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ്. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന നിലപാടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്നത് ഗൗരവമായി കാരണം പ്രചാരണമാണ്. ഉച്ചസമയത്ത് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ 12 മുതലുള്ള സമയം വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.